നമസ്കാരം. പ്രിയ കോവിലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. UDFിൻ്റെ ഇലക്ഷൻ പ്രചരണ പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിലെ യാത്ര. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ഡൽഹി, പഞ്ചാബ്, തെലങ്കാന എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് സ്ത്രീകൾ സൗജന്യമായിട്ടാണ് സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ അതിൻ്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള മുന്നോടിയായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിലെ ടിക്കറ്റിൽ ലിംഗഭേദം രേഖപ്പെടുത്താനുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നേട്ടം തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ബസ് ഫെയറിന് ഉപയോഗിക്കുന്ന എമൗണ്ട് മാറ്റിവെച്ചിട്ട് അവർക്ക് വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിലുപരി ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളും 2 വീലേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ 2 വീലേഴ്സ് വീട്ടിൽ വെച്ച ശേഷം അവരെ KSRTCയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള നേട്ടം എന്ന് വെച്ചാൽ റോഡിൽ തിരക്ക് കുറയ്ക്കാം, ഇന്ധനം ലാഭിക്കാം, അതുപോലെ അന്തരീക്ഷ മലിനീകരണം കുറേയൊക്കെ കുറയ്ക്കാൻ കഴിയും. എന്നിരുന്നാലും നമ്മുടെ KSRTCയുടെ അവസ്ഥ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? വളരെ പരിതാപകരമാണ്. അത് ഇന്നലെയും തുടങ്ങിയ അവസ്ഥയൊന്നും അല്ല കേട്ടോ. ഇത്രയും മോശമായിട്ട് വർഷങ്ങളായി KSRTC ഇതുപോലെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തള്ളി ഉന്തി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്ന് തന്നെ പറയാം. കൃത്യമായ സമയത്ത് തൊഴിലാളികൾക്ക് പെൻഷനോ സാലറിയോ ഒന്നും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് KSRTC. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ KSRTCയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പരസ്യങ്ങൾ കൊണ്ടുവരികയും ഒരുപാട് ബസ്സുകൾ നിരത്തിലിറക്കുകയും അതുപോലെ ഹൈടെക് രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ കൊണ്ടുവരികയും KSRTC കൊറിയർ സർവീസ് ആരംഭിക്കുകയും KSRTCയെ മൊത്തത്തിൽ ഡിജിറ്റലൈസ് ആക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള പല പദ്ധതികളും കൊണ്ടുവന്നെങ്കിൽ പോലും KSRTCയിൽ കടമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്ത്രീകൾക്ക് കൂടെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നൊരു പദ്ധതിയും കൂടെ നിലവിൽ വന്നാൽ KSRTCയുടെ അവസ്ഥ പണ്ടേ ദുർബല അതിലും ഗർഭിണി എന്ന പോലെ ആവില്ലേ? സ്ത്രീകളിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനത്തിൽ കുറവ് വരുമ്പോൾ പകരം KSRTC പല വഴികളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തായാലും ശ്രമിക്കും. പരസ്യങ്ങൾ കൂട്ടുന്നതിലൂടെയോ സബ്സിഡി വാങ്ങുന്നതിലൂടെയോ ഒക്കെ. അത് എന്തായാലും KSRTC ചെയ്തോട്ടെ, കാരണം സർക്കാരിൻ്റെ വാഗ്ദാനമാണല്ലോ. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, ഈ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സിലെ യാത്രാ സൗകര്യം നൽകേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടെന്നാ. കാരണം ഇന്ന് സ്ത്രീകൾ അബലകളല്ല. പണ്ടായിരുന്നെങ്കിൽ ഓക്കെ, സ്ത്രീകൾ 4 ചുവരുകൾക്കകത്തായിരുന്നു ജീവിച്ചിരുന്നത്. പുറത്തിറങ്ങാനുള്ള സാഹചര്യം പോലും അന്ന് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്ക് തുല്യമാണ്. അത് എല്ലാ മേഖലയിലും, ഗവൺമെൻറ് ജോലികളിൽ, പ്രൈവറ്റ് സെക്ടറുകളിൽ, IT മേഖലകളിലെല്ലാം. അതല്ലാതെയും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും കുട്ടികളെ നോക്കാൻ പോകുന്ന സ്ത്രീകളാണെങ്കിലും തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇന്ന് ഏൺ ചെയ്യുന്നവരാണ്. അതിൻ്റെ അർത്ഥം സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകൾ. അങ്ങനെയുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്രാ സൗകര്യം നൽകേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി സർക്കാരിൻ്റെ വാഗ്ദാനം ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിന് അർഹരായവരുണ്ട്. അവർക്ക് കൊടുത്താൽ പോരെ? അതാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 60 വയസ്സിന് മുകളിലോട്ടുള്ള സീനിയർ സിറ്റിസൺസ് എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും, അവർക്കാണ് ഈ സൗകര്യം ഏറ്റവും അനിവാര്യം. കാരണം ഇന്ന് അവർ മുമ്പോട്ട് ജീവിക്കുന്നത് സർക്കാർ നൽകുന്ന ചെറിയ വാർദ്ധക്യ പെൻഷൻ കൊണ്ടാണ്. അത് ഒന്നിനും തികയാത്ത ഒരവസ്ഥയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മിക്കവാറും വയോജനങ്ങൾ വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. മരുന്നുകളും മറ്റുമൊക്കെ മിക്ക സർക്കാർ ഹോസ്പിറ്റലുകളിലും ഫ്രീ ആണ്. എങ്കിൽ പോലും ബസ് ഫെയർ അവരെ കൊണ്ട് താങ്ങുന്നതിലും അപ്പുറമാണ്. ഒട്ടുമിക്ക വയോജനങ്ങളും അവരുടെ മക്കളുടെയോ ചെറുമക്കളുടെയോ മുമ്പിൽ കൈനീട്ടുന്നവരായിരിക്കും. കാരണം ഏൺ ചെയ്യുന്നവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സൗകര്യം നൽകുന്നതല്ലേ നല്ലത്? സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സിൽ യാത്രാ സൗകര്യം നൽകുമ്പോൾ അവിടെ ട്രാൻസ് വിമൻസിനും ആ സൗകര്യം കൊടുക്കണ്ടേ? മൊത്തത്തിൽ നഷ്ടത്തിൽ ഓടുന്ന KSRTC ഇതെങ്ങനെ താങ്ങുന്നേ? നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നോക്കൂ. അവിടെ ചെന്നൈയിൽ സിറ്റി ബസ്സുകളിലൊക്കെ വയസ്സായവർക്ക് പാസ് നൽകുന്നുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ചിന്തിച്ചൂടെ? നമ്മുടെ സമൂഹത്തിൽ പല തട്ടിലുള്ള ജനങ്ങളാണ് ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള പല കാറ്റഗറി ആൾക്കാർക്ക് പല തരത്തിലുള്ള ടിക്കറ്റ് സംവിധാനം കൊണ്ടുവന്നാൽ കുറേയൊക്കെ നമുക്ക് KSRTCക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വയോജനങ്ങൾക്ക് ഒരു കാർഡ് സിസ്റ്റം കൊണ്ടുവരിക, സ്കാൻ ചെയ്ത് അവർ യാത്ര ചെയ്തോട്ടെ.
ഫ്രീ ആയിട്ടെങ്കിലും അങ്ങനെ. പിന്നെ കുട്ടികൾക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഹാഫ് ടിക്കറ്റ് ആണല്ലോ, അപ്പോൾ അവർക്കും ഒരു കാർഡ് സിസ്റ്റം. അതുപോലെ BPL ഉപഭോക്താക്കൾക്ക് ഒരു കാർഡ് സിസ്റ്റം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ KSRTC വലിയ പ്രോബ്ലം ഇല്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യും, സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരാണല്ലോ ഈ വാഗ്ദാനം നൽകിയിട്ടുള്ളത്, അതുകൊണ്ട് സർക്കാരിന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നാലും നമ്മുടെ സ്ത്രീകൾ ഇന്ന് വിദ്യാസമ്പന്നരായതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് നമുക്ക് ഈ സൗകര്യം വേണ്ട, സൗജന്യ സേവനം നമുക്ക് വേണ്ട, പകരം അതിന് അർഹതയുള്ള വയോജനങ്ങൾക്കോ കുട്ടികൾക്കോ കൊടുക്കുക, BPLകാർക്കോ കൊടുക്കുക എന്ന് സ്ത്രീകൾ പറയുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. ഒരിക്കലും ഞാൻ സ്ത്രീകൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നതല്ല. എന്നാലും ആവശ്യത്തേക്കാൾ അത്യാവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ലേ വേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായത്തിന് ഇവിടെ വലിയ വിലയാണുള്ളത്. അതുകൊണ്ട് ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പ്രിയ കോവിലകത്തിൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്തേക്കണേ. പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ.